നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണപ്രിയ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പ്രീ ക്വാർട്ടറിൽ കടന്ന ഫ്രാൻസ് സ്വീഡനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന ഫ്രാൻസ് സ്വീഡനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. കിലിയൻ എംബാപ്പയ്ക്ക് ഇരട്ട ഗോൾ. ബ്രാഡ്ലി ബാർക്കോളയാണ് മറ്റൊരു ഗോൾ നേടിയത്. മത്സരത്തിന്റെ ആദ്യം മുതൽ പൂർണ്ണാധിപത്യം ഫ്രഞ്ച് പടക്കായിരുന്നു. മത്സരത്തിന്റെ 20-ാം മിനിറ്റിൽ എംബാപ്പെ വല കുലുക്കിയെങ്കിലും ഓഫ് സൈഡ് ആയതോടെ ഗോൾ നിഷേധിച്ചു. ഫ്രാൻസിന്റെ മുന്നേറ്റം തടയാൻ സ്വീഡൻ കഷ്ടപ്പെടുന്നതായിരുന്നു ഉടനീളം കാണാൻ കഴിഞ്ഞത്. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടർ വിലക്കുറവ് 183 രൂപ കുറച്ചു. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടർ വില കുറച്ചു. 19 കിലോഗ്രാം LPG സിലിണ്ടർ വില 183 രൂപയാണ് കുറച്ചത്. പുതിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്നായിരുന്നു വാണിജ്യ LPG സിലിണ്ടർ വർദ്ധിപ്പിച്ചിരുന്നത്. നേരത്തെ വാണിജ്യ LPG വിതരണത്തിനുള്ള നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കിയിരുന്നു. വാണിജ്യ LPG വിതരണം പ്രതിസന്ധിക്ക് മുമ്പുള്ള നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിച്ചിരുന്നു. സംസ്ഥാനത്ത് കാലവർഷം സജീവമായി. അതിശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമായി. അതിശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പുണ്ട്. ഈ മാസം 4 വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാന്തല്ലൂരിൽ 4 വയസ്സുള്ള കുട്ടിക്ക് ക്രൂരമർദ്ദനം. കുട്ടിയെ ഉപദ്രവിച്ചത് ചെന്നൈയിൽ നിന്നെത്തിയ സഞ്ചാരികൾ. ഇടുക്കി കാന്തല്ലൂരിൽ 4 വയസ്സുള്ള കുട്ടിക്ക് ക്രൂരമർദ്ദനം. ചെന്നൈയിൽ നിന്നെത്തിയ സഞ്ചാരികളാണ് കുട്ടിയെ ഉപദ്രവിച്ചത്. ഈ സംഘത്തിലുണ്ടായിരുന്ന കുട്ടിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കുഞ്ഞിനെ മർദ്ദിക്കാൻ കാരണമെന്തെന്ന് കണ്ടെത്താനായിട്ടില്ല. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തെത്തിയിട്ടുണ്ട്. രാത്രിയോടെയാണ് സംഭവം നടന്നത്. കാന്തല്ലൂരിലെ ഹോം സ്റ്റേയിൽ താമസിക്കാനെത്തിയ 2 യുവാക്കൾ ചേർന്നാണ് കുട്ടിയെ മർദ്ദിച്ചത്. 8 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. തൂഫാൻ വിജയിപ്പിക്കാൻ പോലീസ് മാത്രം പോരാ. വിവാദ യോഗത്തിൽ വിശദീകരണവുമായി സംഘാടകർ. കൊച്ചിയിലെ ക്രിമിനൽ കേസ് പ്രതികളുടെ യോഗത്തിൽ കെ സുധാകരൻ MP പങ്കെടുത്ത സംഭവത്തിൽ വിശദീകരണവുമായി സംഘാടകർ. സുധാകരനെ തങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണെന്നും കൊച്ചിയിൽ ഉണ്ടെന്നറിഞ്ഞായിരുന്നു 20 പേർ കാണാൻ അനുവാദം ചോദിച്ചെന്നും സംഘാടകർ പറയുന്നു. എന്നാൽ 100ഓളം പേർ യോഗത്തിനെത്തി. ഓപ്പറേഷൻ തൂഫാൻ വിജയിപ്പിക്കാൻ പോലീസ് മാത്രം പോരെന്ന് യോഗത്തിന്റെ സംഘാടകൻ സുഹൈൻ ഷാജഹാൻ പറയുന്നത്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.